നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അയല മാത്രമേ പൊരിക്കുന്നുള്ളൂ, ബാക്കി ഡിഷൊക്കെ നമുക്ക് പിന്നീട് പ്രിപ്പയർ ചെയ്യാം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി അയല ഫ്രൈ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. കർണാടക, മാംഗ്ലൂർ ഇവിടങ്ങളിലുള്ളവരൊക്കെ ഇങ്ങനെയാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. അയല മാത്രമല്ല, വേറെ എല്ലാ നല്ല മീനും നമുക്കിങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ തരാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ സ്ഥിരമായിട്ട് ഫിഷ് തരുന്ന കടയിലെ ഒരിക്കയുണ്ട്. പുള്ളിക്കാരൻ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നു. അയല നല്ല ഫ്രഷായിട്ട് കണ്ടു. അപ്പം തന്നെ ഓർഡറും കൊടുത്തു. നല്ല 4 ഫ്രഷായിട്ടുള്ള അയലയാണിത്. സാധാരണ മീൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിനുള്ളത്, എന്നാലും കുറച്ചൊരു വ്യത്യാസം മാത്രമാണ്. അപ്പം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. ഇനി അതിലേക്ക് നമ്മളിടാൻ പോകുന്നത് കുറച്ച് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ അത് വേഗം ഒന്ന് അരഞ്ഞു കിട്ടാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. 2 പീസ് വെളുത്തുള്ളിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഒരു പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നല്ല ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളകാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാറില്ല. ഇത് റവയാണ്. വറുത്തതല്ല, നോർമലായിട്ട് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ റവയാണ്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഞാനൊരു 3/4 ടേബിൾ സ്പൂണും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഫിഷിന് ഒരു നല്ല ക്രിസ്പിനെസ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇതൊരു നാരങ്ങയുടെ പകുതിയുണ്ട്. ഇതൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1 സ്പൂണോളം ഉണ്ട്. കുറച്ചും കൂടെ ആ നാരങ്ങയിൽ ബാക്കിയുണ്ട്. അതും കൂടെ ഞാനങ്ങ് പിഴിഞ്ഞങ്ങ് അതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് കറക്റ്റായിട്ട് ക്രമീകരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതൊരു 1/4 കപ്പോളം വേണ്ടി വരുമായിരിക്കും. നിങ്ങൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് നോക്കിയിട്ട് ശരിയാവുന്നില്ലെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് അയലയുടെ മുകളിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അയലയിലേക്ക് മസാല നല്ലതുപോലെ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് റവ എടുത്തിട്ട് വരാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് റവ ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം നല്ലതുപോലെ. അപ്പം നമുക്ക് ഫിഷ് അതിലിങ്ങനെ കോട്ട് ചെയ്തെടുക്കാൻ പരത്തിയിടുമ്പോൾ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് പതുക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കൈ കൊണ്ടിട്ട് അധികം ഉരുട്ടണ്ട. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എല്ലാ മീനും ഇങ്ങനെ കോട്ട് ചെയ്ത് റവയിലെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ മീനിലേക്ക് പിടിക്കും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടോടെ തന്നെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ അഥവാ ചൂടില്ലാതെ കഴിക്കുവാണെങ്കിലും ഇതിൻ്റെ ക്രിസ്പ്നെസ് പോകില്ല കേട്ടോ. നല്ല ക്രിസ്പായിട്ട് തന്നെ ഈ അയല ഫ്രൈ ചെയ്തതിരിക്കും. എന്നാലും ചൂടോടെ ഇപ്പോൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഫിഷ് നമ്മൾ ഇടാൻ പാടുള്ളൂ. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഒരു പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റുമാണ് ഫിഷ് ഫ്രൈക്ക്. കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ ഫിഷ് അതൊന്ന് നല്ലതുപോലെ കുക്കായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറച്ച് വലിപ്പമുള്ള ഒരു അയലയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു സൈഡിലേക്ക് എണ്ണ ഒന്ന് ഇങ്ങനെ ചരിച്ചു വെച്ചിട്ട് മൊത്തത്തിൽ വീണ്ടും ആ ഒന്ന് നല്ലതുപോലെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സ്പെഷ്യലായിട്ടുള്ള ഈ അയല ഫ്രൈ ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇനി അയല കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.